കേരളത്തിന്റെ പച്ചക്കറിത്തോട്ടമായ കാന്തല്ലൂരിലെയും വട്ടവടയിലെയും കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. കാർഷിക വിളകൾക്ക് നൽകിയിരുന്ന സബ്സിഡി വെട്ടിക്കുറച്ചതും ഹോർട്ടികോർപ്പ് പച്ചക്കറി സംഭരിക്കാത്തതുമാണ് കർഷകർ നേരിടുന്ന പ്രതിസന്ധി. നമ്മുടെ സംസ്ഥാനത്തിന്റെ അടുക്കളത്തോട്ടമാണ് വട്ടവടയും കാന്തല്ലൂരുമൊക്കെ. ശീതകാല പച്ചക്കറികൾ വിളയുന്ന ഏക പ്രദേശം. എന്നിട്ടും ഈ പ്രദേശത്തെ കർഷകരെ സംസ്ഥാന സർക്കാരും കൃഷിവകുപ്പും അവഗണിക്കുകയാണ്. ഹോർട്ടികോർപ്പ് ഇവിടുത്തെ പച്ചക്കറി സംഭരണം നിർത്തിയിട്ട് വർഷങ്ങളാകുന്നു. കീഴാന്തൂർ സ്വദേശിയായ മനോഹരൻ 30 വർഷമായി കൃഷി ചെയ്യുന്നു. ബീൻസ്, വഴുതന, ക്യാബേജ്, ക്യാരറ്റ് എല്ലാ തരത്തിലുള്ള കൃഷികളും ഉണ്ടായിരുന്നു. 2 ഹെക്ടറിൽ ചെയ്തിരുന്ന കൃഷി എന്നാൽ ഇപ്പോൾ 2 ഏക്കറായി ചുരുക്കി. കാരണം മറ്റൊന്നുമല്ല, കാർഷിക മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. വിപണിയിൽ പച്ചക്കറിക്ക് പൊള്ളുന്ന വിലയാണെങ്കിൽ കർഷകർക്ക് അത് കിട്ടില്ല. കൃഷിവകുപ്പ് ആയിട്ട് കുറച്ച് നേരത്തെ സബ്സിഡി ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴും സ്ട്രോബറിക്ക് മാത്രമേ സബ്സിഡി ഉള്ളൂ. ബാക്കി വേറെ പച്ചക്കറിക്കൊന്നും സബ്സിഡി ഒന്നും ഇല്ല. ഇപ്പോൾ കൃഷിക്കാർക്ക് ഇപ്പോൾ ഈ കൊല്ലം ഇപ്പോൾ ചെയ്ത കൃഷിക്ക് ഇപ്പോൾ നമുക്ക് വിളവെടുത്ത് കഴിഞ്ഞാൽ പൈസ തന്നാലേ നമുക്ക് അടുത്ത കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഇത് തന്നെ ഇപ്പോൾ 2-3 കൊല്ലമായി പൈസ തരാനായിട്ട്. ഇടത്തട്ടുകാരുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കാനാണ് ഹോർട്ടികോർപ്പ് പച്ചക്കറി സംഭരണം ആരംഭിച്ചത്. 2018 വരെ അത് തെറ്റില്ലാതെ പോയി. 2018 ശേഷം കർഷകരിൽ നിന്ന് സംഭരിച്ച പച്ചക്കറിക്ക് ഇതുവരെ പണം നൽകിയിട്ടില്ല. ഇവിടെ കർഷകർക്ക് തന്നെ 11 ലക്ഷത്തിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. VPCക്ക് മാത്രം 11 ലക്ഷം കിട്ടാനുണ്ട്. അതേപോലെ ശീതകാല പച്ചക്കറി സൊസൈറ്റി ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അതായത് ഇടുക്കി പാക്കേജിൽ. അവർക്കും ഒരു 11 ലക്ഷം ഉണ്ട്. അങ്ങനെ കാന്തല്ലൂർ മാത്രം 22 ലക്ഷമാണ് നമുക്കിവിടെ കിട്ടാക്കടമായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഹോർട്ടികോർപ്പ് കർഷകരിൽ നിന്ന് നേരിട്ട് പച്ചക്കറി സംഭരിക്കുന്നില്ല. പകരം മറ്റു കച്ചവടക്കാരെ പോലെ തമിഴ്നാട്ടിലെ ചന്തകളിൽ നിന്നും ഇടനിലക്കാരിൽ നിന്നും പച്ചക്കറി വാങ്ങി വിപണിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. വന്യജീവികളെ ഭയന്ന് കർഷകർ കൃഷി ഉപേക്ഷിക്കുകയാണ്. സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാൻ സബ്സിഡി നൽകുമെന്ന വാക്ക് വിശ്വസിച്ച് അത് ചെയ്തവർക്ക് ഇതുവരെ ആ പണം നൽകിയിട്ടില്ല. കൃഷി ചെയ്താൽ കാട്ടുപോത്ത്, ആന, ഇതുപോലെ വന്യമൃഗത്തിൻ്റെ ഒരു ശല്യം, പിന്നെ വില കിട്ടാത്ത ഒരു പ്രശ്നം, പിന്നെ സർക്കാർ തലത്തിൽ നിന്നും ഇത് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ സോളാർ ഫെൻസിങ് നിങ്ങളിട്ടാൽ നിങ്ങൾക്ക് പകുതി സബ്സിഡിയായിട്ട് ആക്കി തരാമെന്ന് പറഞ്ഞ്, അപ്പോൾ ഈ ചെറിയ കർഷകരെല്ലാം കൂട്ടായ്മയായിട്ടൊന്ന് ഇട്ട് നമ്മൾ കുറേ പൈസയൊക്കെ കളക്ഷൻ എടുത്ത് മുടക്കിയിട്ട് ഇതുവരെ സർക്കാർ ഇതുപോലെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. കാന്തല്ലൂരിലെ പുതിയ തലമുറ കൃഷി ഉപേക്ഷിച്ച് മറ്റു ജോലിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പഴയ കർഷകരാണ് ഇപ്പോഴും നഷ്ടം സഹിച്ചും കൃഷി ചെയ്യുന്നത്. ഈ വിശാലമായ പ്രദേശം മുഴുവൻ നേരത്തെ കൃഷിയിടമായിരുന്നു. ഇന്നിതിൽ പകുതിയിലേറെയും തരിച്ചു കിടക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ 5 നാടിൻ്റെ കാർഷിക പൈതൃകമാണ് ഇല്ലാതാവുന്നത്. കാന്തല്ലൂരിൽ നിന്ന് വിനോ കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.